ഇന്ന് നമുക്ക് പൊട്ടറ്റോ കൊണ്ട് വളരെ എളുപ്പത്തിൽ കുർക്കുറെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പം ഞാൻ അതിനായിട്ട് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. 3 ഉരുളക്കിഴങ്ങ് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഞാനൊരു പീലർ വെച്ചിട്ടാണിത് തൊണ്ട് കളഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് പീൽ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കഴുകി എടുക്കണം. പൊട്ടറ്റോസൊക്കെ ഇപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഇതൊന്ന് കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കണം. അപ്പം നമുക്ക് അധികം കനമില്ലാതെ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു 5-6 പീസായിട്ടാണ് കനം കുറച്ചിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ മുറിച്ചെടുത്ത ഓരോ സ്ലൈസസും വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് സ്റ്റിക്സ് പോലെ നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുറിച്ചെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഉടനെ തന്നെ മുറിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കളർ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കഷ്ണങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ നീളത്തിൽ സ്റ്റിക്സ് പോലെ മുറിച്ചെടുക്കാം. ഞാൻ മുറിച്ചെടുത്ത എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 തവണ നമ്മൾ പൈപ്പിൻ്റെ അടുത്ത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞെടുക്കണം. കഴുകിയെടുത്ത എല്ലാ പൊട്ടറ്റോ സ്റ്റിക്സും നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഞാനിതുപോലെ എല്ലാം നന്നായി കഴുകിയതിന് ശേഷം ഇപ്പോൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്ക് ഈ പൊട്ടറ്റോ സ്റ്റിക്സ് ഒരു കോട്ടൺ തുണിയിലേക്ക് നിരത്തിയിടാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് ഇത് വറുത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇപ്പോൾ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒപ്പിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ നിരത്തിയിടാം. നമുക്ക് പൊട്ടറ്റോ സ്റ്റിക്സ് വറുത്തെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്ക് കളറിന് വേണ്ടിയിട്ട്, ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ ചുവന്ന മുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒറിഗാനോ ലീവ്സ് ആണ്. അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇത് ഓപ്ഷണലാണ്. അത് നമുക്ക് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ അല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നൊരു ബാറ്ററായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് അല്പം 1 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അധികം ലൂസാവാതെ തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ സ്റ്റിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇടുമ്പോൾ കുറച്ചിടുക, കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാനുള്ള ചീനച്ചട്ടി അടപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ശരിക്ക് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊട്ടറ്റോ സ്റ്റിക്സ് നന്നായിട്ട് ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. കാരണം അത് ഒട്ടിപ്പിടിക്കും, കോൺഫ്ലോറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. അതുകൊണ്ട് അകത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞ് ശരിക്ക് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കുക. തീ ലോ ഫ്ലെയിമിൽ കുറച്ച് വയ്ക്കണം. എന്നിട്ട് നമുക്ക് പൊട്ടറ്റോ സ്റ്റിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, പിന്നെ മറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്ക് ഈ മാവ് ഒന്ന് ഡ്രൈ ആയി, അല്ലെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആകുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പൊട്ടറ്റോസ് ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല, നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ വിടർത്തിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ കയ്യിൽ കൊണ്ട് തന്നെ നമുക്കിത് വേർപെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് രസത്തിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഉപ്പ് കലക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിലേക്ക് അല്പം ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് പൊട്ടറ്റോസിന് പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല. നന്നായി ക്രിസ്പി ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന്
കോരി മാറ്റാം. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. പിന്നെ ഇത് നമുക്ക് പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ തന്നെ കുട്ടികൾക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ.